ഇപ്പോഴല്ലേ നീ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണത്. அப்பா ஒத்துக்கிட்டாரா? പിന്നെ ഒത്തുകിട്ടില്ല, പക്ഷെ കറക്റ്റ് കാര്യം പറഞ്ഞു നമ്മുടെ എനിക്ക് എപ്പോ ക്ലിയർ ആയി. കറണ്ട് അടിച്ച പോലെ വല്ല അയാൾ പറഞ്ഞു കാണും. അയ്യോ അല്ല, എനിക്ക് അതിന് ക്ലിയർ കട്ടായിട്ടുള്ള മറുപടിയാണ് വന്നത്. എന്ത് പറഞ്ഞു? അതായത് നമുക്ക് കേൾക്കണം. ഇപ്പം നമ്മളൊരു വീട് പണിയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? വീട് കെട്ടുறதுக்கு കാശ് വേണോ? നൈസ് ട്രൈ, ഡോണ്ട് ട്രൈ അഗൈൻ. കാര്യം പറയടാ. അപ്പൊ കാശ് വേണം. ആ കാശ് കൊണ്ട് നമ്മൾ എന്താണ് മേടിക്കണത്? ശരി ശരി, കറക്റ്റ് കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഭരതൻ ചേട്ടൻ, ഭദ്രൻ ചേട്ടൻ അനിയൻ ഭീമൻ ചേട്ടൻ. നീ എന്താ ബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു നിന്നോട്. ഭീമൻ ചേട്ടന് അല്ല പ്രശ്നം. പിന്നെ ഭീമൻ ചേട്ടന് കെട്ടാൻ കൊടുക്കാൻ വേണ്ടി, വീട് വെക്കാൻ വേണ്ടി വീട്ടുകാരെടുത്തു കൊടുത്ത മെറ്റീരിയൽസിനാണ് പ്രശ്നം. മെറ്റീരിയൽസിനോ? ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ കണ്ട വീട്ടുകാരെല്ലാം കൂടെ അവർക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഭീമൻ ചേട്ടൻ എടുത്ത് കൊടുക്കണത്. ഭീമൻ ചേട്ടൻ അത് വെച്ച് വീട് പണിയും, വീട് ചോരും, പ്രശ്നം വരും. അമ്മൂമ്മ, ഇപ്പം നമ്മള് ഒരു വീട് പണിയാണ്, കൂടുതൽ സാധനം ഇട്ട് പണിഞ്ഞാൽ വീട് എങ്ങനെ ഇരിക്കും? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മേസ്ത്രി പണിക്കൊന്നും പോയിട്ടില്ല. യേശു, അങ്ങേര് പറയുന്ന തൊണ്ട തൊടാതെ വിഴുങ്ങി ഇങ്ങോട്ട് വന്നേക്കുവാ അല്ലേ? ഇല്ല, മൊത്തം വിഴുങ്ങിയില്ല, കുറച്ചേ വിഴുങ്ങിയുള്ളൂ. ഐ മീൻ, എടാ ഈ ഭീമന്റെ ശരിക്കുള്ള ജോലി എന്താ നിനക്കറിയാവോ? കോൺട്രാക്ടർ. എടാ അവന്റെ ശരിക്കുള്ള പണി, നമ്മൾ ഈ കെട്ടിടം പണിയാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു വെക്കത്തില്ലേ, മെറ്റീരിയൽസ്. നീ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഒക്കെ മറിച്ച് വിൽക്കലാണ് പരിപാടി. എന്നിട്ട് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി വീട് പണിയും. പിന്നെ വീട് ചോരാതിരിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ വേണ്ടാന്ന്. അതെപ്പടി മുടിയോ? മുടിയില്ല, മുടിയാത്. അങ്ങനെ മുടിക്കുന്ന അവന്റെ പേരിൽ ഈഡിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം എന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ, ചെന്ന് അങ്ങേരോട് പറ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ ഇനിയും ചെന്ന് പറയാനോ? പിന്നെ നീയല്ലേ ഇതിന് മധ്യസ്ഥ നിന്നത്, ചെന്ന് പറയ്. അല്ല അമ്മൂമ്മ, മക്കളെ എന്നങ്ങ് പറ. ചെല്ലുകേശു. ഞാൻ പോവാം. കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവൻ சொல்லுவான், അവൻ നല്ല പയ്യൻ. നല്ല പയ്യൻ പോകുന്ന എന്റെ കിട്ടേന്റെ അടുത്തോട്ടെ, അതാ എന്റെ പേടി. ഇത് കുഴപ്പം മെറ്റീരിയൽസിന്റെ അല്ല, ഭീമന്റെ അല്ല, എവരുടെയാണ് ചേച്ചി സംഭവേ? ഇത് എനിക്കങ്ങോട്ട് ക്ലിയർ ആവണില്ല. ഞാൻ അവിടെ ചെന്ന് പറയുമ്പോൾ പറയാം അപ്പുറത്ത് പോയി പറയേ, അവിടെ ചെന്ന് പറയുമ്പോൾ പറയും ഇപ്പുറത്തൊന്ന് പറയേ. അതേപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്, അങ്ങോട്ട് തീരണില്ല. തീരൂല, തീരൂല, കാരണം ഇതാ ലൂപ്പാ. ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണോ ഇത് പിടിക്കണ്ടെന്ന്. അതായത് ഇവരുടെ പ്രശ്നത്തിൽ ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ആ ഇടപെട്ട ആളുടെ തലയിലാവും. അച്ഛൻ പറഞ്ഞത് നീ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് പറയണം. ഇങ്ങനെ പറഞ്ഞ് അവസാനം നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരും. ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ആദ്യം പറയണ്ടായിരുന്ന. എത്രയോ തവണ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ നിനക്ക് പ്രശ്നം പരിഹരിക്കാൻ ഭയങ്കര ആവേശമായിരുന്നല്ലോ. പരിഹരിക്കും. അച്ഛനോടെ കിടപ്പുണ്ട്. ഇപ്പൊ അമ്മ പറഞ്ഞത് പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വാ. അപ്പൊ അച്ഛൻ എന്തെങ്കിലും പറയും, അത് നീ അമ്മയുടെ അടുത്ത് പറയണം. ശരി.